എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ട്രിക്കാണ്. അപ്പം ഒരു പേപ്പർ അല്ലെ ഒരു ഇമേജ് അല്ലെ ഒരു പ്രിൻ്റഡ് പേജ് ഇവ ടൈപ്പ് അടിക്കാതെ തന്നെ മൈക്രോസോഫ്റ്റ് എക്സലിലേക്ക് മാറ്റിയിട്ട് അവിടെ അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഓഫീസ് വർക്കുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിരിക്കും. പിന്നെ അതുമല്ല നമുക്ക് ടൈം സേവ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ എക്സൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരു ഇമേജാണ്. ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ടൈപ്പ് അടിക്കാൻ കഴിയില്ല. ഇതൊരു പിക്ചർ പോലെ ഉള്ള ഒരു ഇമേജാണ്. ഞാനിത് സ്കാൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത ഒരു ഇമേജാണ് ഞാനിപ്പോൾ ഞാൻ എക്സലിൽ കൊണ്ടുവച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് ടൈപ്പ് അടിക്കണം, എഡിറ്റ് ചെയ്യണം. ഇതിനെ ഇപ്പോൾ നെയിം എന്നുള്ളിടത്ത് എനിക്കൊരിക്കലും മാറ്റാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ എനിക്കിതിനെ എഡിറ്റ് ചെയ്യണം. അതാണ് ഞാനിപ്പോൾ നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ എഡിറ്റ് ചെയ്യുന്നുള്ളതാണ്. ഞാൻ ആദ്യം ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആ ഇമേജ് എങ്ങനെ എടുത്തത്, നമ്മൾ ഇൻസെർട്ട് എടുത്തിട്ട് പിക്ചർ എടുക്കുക, ദിസ് PC എടുത്തിട്ട് നമ്മൾ ആ പിക്ചറിന് എവിടെയാണോ ഉള്ളത് ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡേറ്റ എന്നുള്ള ഒരെണ്ണം ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഇമേജ്. ഈ ഇമേജിനെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓഫീസ് വർക്കൊക്കെ വളരെ ഈസി ആക്കാനും ടൈം സേവ് ചെയ്യാനും ഒക്കെ നമുക്ക് വളരെ ഉപയോഗപ്പെടുത്താണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഈ ഇമേജിനെ ആദ്യം ഞാനിങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? എടുത്തു കഴിഞ്ഞിട്ട് ഇതിനെ ക്രോപ്പ് ചെയ്യണം. നമുക്ക് ആവശ്യമില്ലാത്ത പ്ലേസൊക്കെ നമുക്കൊരു ഇമേജിനെ എപ്പോഴും നമ്മൾ ക്രോപ്പ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ നമ്മളിവിടെ ക്രോപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഈ സ്ഥലമെല്ലാം നമ്മളിങ്ങനെ ക്രോപ്പ് ചെയ്തിട്ട് അതിനെ മാക്സിമം ഇത്രയും ഭാഗം നമുക്ക് വേണ്ട. പിന്നെ താഴോട്ട് വന്നു, താഴെ നോക്കുക, അത് വല്ലതും ആവശ്യമില്ലാത്തൊന്നുമില്ല. അപ്പോൾ നമ്മളതിനെ വിട്ടിട്ട് ഇപ്പോൾ ക്രോപ്പ് കഴിഞ്ഞു. ഇവിടെ ക്രോപ്പ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തപ്പം നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം നമ്മൾ ക്രോപ്പ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഫയൽ എടുത്തിട്ട് പ്രിൻ്റ് എടുത്തിട്ട് ഇത് എത്ര പേജുണ്ട്, ഈ പേജെല്ലാം ഒരു പേജിൽ വന്നിട്ടുണ്ടോ അതോ മുറിഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ വന്ന് എമൗണ്ട് ഇവിടെ കണ്ടില്ലേ 1/2 എന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇത് 2 പേജാണ്. ഇപ്പം ഈ ഒരു ഇമേജ് നിൽക്കി പേപ്പറിൽ 2 പേജായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഒരു പേജ് ആക്കണമെങ്കിൽ ഇവിടെ നോ സ്കെയിലിംഗ് കണ്ടില്ലേ, ഇവിടെ ഈ നോ സ്കെയിലിംഗ് എടുത്തിട്ട് പറയണം ഫിറ്റ് പേജ് ഓൺ 1 പേജ് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പേജ് ഉണ്ട് 1/1. അതിൻ്റെ അർത്ഥം ഒരു പേജിലോട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പേജാക്കി അതൊക്കെ സെറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നമ്മളിവിടെ ഈ ഫയലിൽ എക്സ്പോർട്ട് ഉണ്ട്, ഒരു എക്സ്പോർട്ട് എടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് PDF എന്നുള്ളത് എടുത്തിട്ട് നമ്മൾ പറയണം ക്രിയേറ്റ് PDF എന്നുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു പേര് കൊടുക്കുക. എന്താണ് PDF-ന് നമ്മൾ പേര് കൊടുക്കുകയാണ്. ഞാൻ ഡേറ്റ എന്ന് പറഞ്ഞിട്ട് ഡേറ്റ 1 എന്ന് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഡേറ്റ കാണും അതിനകത്ത്. അപ്പോൾ ഡേറ്റ 1 എന്നുള്ള അടിച്ചിട്ട് ഞാനിവിടെ പബ്ലിഷ് എന്ന് പറയും. അപ്പോൾ എന്താണ്, ഞാനിത് PDF ആയിട്ട് സേവ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിലോട്ട് പോകണം. W എന്ന് എഴുതിയേക്കുന്നില്ലേ, ഈ മൈക്രോസോഫ്റ്റ് വേർഡ് എടുക്കുക. എന്നിട്ട് പുതിയൊരു ഫയൽ, ഞാനിവിടെ ഓൾറെഡി ഒരു ഫയൽ കിടപ്പുണ്ട്. നമ്മളവിടെ ഫയലെടുത്തു, ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുത്തു. എന്നിട്ട് നമുക്കൊരു ഡോക്യുമെൻ്റ് കിട്ടി. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഫയൽ ഓപ്പൺ പറയുക. എന്നിട്ട് നമ്മൾ ആ ദിസ് PC പോവുക. എന്നിട്ട് ഇവിടെ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞുണ്ടല്ലോ, ഡെസ്ക്ടോപ്പ് എന്നുള്ള ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ഡേറ്റ 1 എന്നും പറഞ്ഞ് ഒരു PDF ആയിട്ട് ഞാൻ സേവ് ചെയ്തത്. ഡേറ്റാബേസിൽ നിന്ന് എടുക്കാം. ഇതൊന്നെടുത്ത് നോക്കാം. അപ്പം ഞാനിവിടെ ഓപ്പൺ പറഞ്ഞു. അപ്പോൾ എന്താണ്, ഇവിടെ വരുമ്പോൾ ഡയലോഗ് ബോക്സ് വരും. അവിടെ വന്നിട്ട് നമ്മൾ ഓക്കെ എന്ന് പറയാം. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? നമുക്ക് ആ അടിച്ചത് നമ്മൾ ചെയ്ത ഇമേജ് നമ്മൾ PDF ആയിട്ടുള്ളത് ഇവിടെ വന്ന് ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമുക്കിപ്പോൾ തന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? കണ്ടോ, എന്തെങ്കിലും ചേഞ്ചൊക്കെ നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റും. എന്നാലും നമുക്ക് ഇവിടെ വെച്ച് വേണ്ട, നമുക്ക് എക്സലിലോട്ടാണ് ഇത് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ഹൈലൈറ്റ് ചെയ്യുക. ഇത്രയും ഭാഗം ഹൈലൈറ്റ് ചെയ്തു. എന്നിട്ട് കോപ്പി എന്ന് പറയുക. ഇവിടെ കോപ്പി പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ എക്സലിലോട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. എന്നിട്ട് അടുത്ത ഷീറ്റ് എടുക്കുക. പുതിയൊരു ഷീറ്റ് എടുത്തിട്ട് എവിടെയാണോ നമുക്ക് വേണ്ട അവിടെ കൊണ്ടുവച്ചിട്ട് അങ്ങനെ ഇച്ചിരി സൂം ചെയ്തു. എന്നിട്ട് ഇവിടെ പേസ്റ്റ് എന്ന് പറഞ്ഞു. പേസ്റ്റ് പറഞ്ഞിട്ട് ഇവിടെ കോളം വിഡ്ത്തൊക്കെ നമ്മളൊന്ന് ശരിയാക്കാമെന്നുണ്ടെങ്കിൽ കോളം വിഡ്ത്തൊക്കെ നമ്മളൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാമല്ലോ, എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം.
എന്നിട്ട് കോളം പിടുത്തൊക്കെ കുറച്ച് വ്യത്യാസം ചെയ്തു. എന്നിട്ട് ഇവിടെ വന്നു, കണ്ടോ, ഈ നെയിം എന്നുള്ളത് വേണമെങ്കിൽ എനിക്ക് എംപ്ലോയി എന്നാക്കി, എംപ്ലോയി നെയിം എന്നാക്കാം. നമുക്ക് ഇവിടെ വന്നിട്ട് എംപ്ലോയി നെയിം, കണ്ടോ, എംപ്ലോയി നെയിം എന്നാക്കി. ഇവിടെ നമുക്ക് എന്ത് ചെയ്തു, ഡിപ്പാർട്ട്മെൻ്റ് എന്ന് അടിച്ചു കൊടുത്തു. കണ്ടോ, ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ്, ഇപ്പം 60,000 ആണ്, എനിക്കിവിടെ 80,000 അടിക്കണമെങ്കിൽ, കണ്ടോ, ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട്, അതുമല്ല നമുക്ക് കോളം എടുത്ത് നമുക്ക് ശരിയാക്കാം. എല്ലാം എന്ത് കമൻറ്റ് വേണമെങ്കിലും നമുക്കിവിടെ വന്നിട്ട്, കണ്ടോ, ഓട്ടോ ഫിറ്റ് കോളം എടുത്ത് നിർത്തി കഴിഞ്ഞാൽ, കോളം എടുത്തല്ല, ഇത് ഫിറ്റാക്കണം. കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഫിറ്റാക്കി. ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓഫീസ് വർക്കൊക്കെ ചെയ്യാൻ കഴിയും. അതുപോലെ നമുക്ക് ടൈം സേവ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. മൈക്രോസോഫ്റ്റ് വേർഡിൽ തന്നെ നമുക്കിതെങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ മൈക്രോസോഫ്റ്റ് വേർഡ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ഞാനൊരു ഫയൽ ഓപ്പൺ ചെയ്യാൻ, ഒരു ഇമേജ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇൻസെർട്ട് എടുത്തു, മുമ്പ് ചെയ്ത പോലെ തന്നെ പിക്ചർ എടുത്തിട്ട് ദിസ് ഡിവൈസ് എടുത്തു. എന്നിട്ട് ഏത് പിക്ചറാണോ നമ്മൾ ഇമേജിനെ നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഒരു ലീവ് ലെറ്ററാണ് ഞാനിവിടെ സ്കാൻ ചെയ്ത് ഒരു പേപ്പർ എടുത്ത് ഒരു ലീവ് ലെറ്റർ ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചു. കണ്ടോ, ഇതൊരു ലീവ് ലെറ്ററാണ്. ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് വലുതാക്കി. കണ്ടോ, ഇതൊരു ലീവ് ലെറ്ററാണ്. ഇതിൻ്റെ ഉള്ളിൽ എനിക്കിപ്പോൾ ടൈപ്പ് അടിക്കാൻ കഴിയില്ല. കണ്ടോ, ഇവിടെ നമുക്കൊരു ഇമേജാണ്, നമുക്ക് ടൈപ്പ് അടിക്കാനേ പറ്റില്ല. എന്നാൽ ഇതിനകത്തുള്ളിൽ എനിക്ക് ടൈപ്പ് അടിക്കുകയും വേണം. അതെങ്ങനെ ചെയ്യുമെന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ എന്ത് പറഞ്ഞു, ഇവിടെ വന്ന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ക്രോപ്പ് ചെയ്യണം. ഇവിടെ വന്ന് ക്രോപ്പ് എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത സ്ഥലം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. നമുക്ക് ഈ ഭാഗമൊക്കെ വേണ്ടാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ അതെല്ലാം ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് മാറ്റി വെച്ചു. മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ക്രോപ്പ് ചെയ്തിട്ട് ഫയലെടുത്ത് പ്രിൻ്റ് എടുക്കുക. എത്ര പേജുണ്ട്, എന്തെങ്കിലും മുറിഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുക. അപ്പോൾ ഇത് ഒരു പേജാണ്, കാരണം 1 of 1 എന്നിവിടെ കാണിക്കുന്നുണ്ട് അല്ലേ. 1 of 1 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു പേജാണ്. അപ്പോൾ ഞാനിവിടെ 1 of 1 കണ്ടു. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ എക്സ്പോർട്ട് എടുത്തിട്ട് ഇവിടെ ക്രിയേറ്റ് PDF എന്നുണ്ട്, ഇവിടെ ക്രിയേറ്റ് PDF എന്നുള്ള എടുക്കുക. എന്നിട്ട് ഞാൻ അതിനൊരു പേര് കൊടുക്കുക. ഇവിടെ വന്നിട്ട് ലീവ് ലെറ്റർ 2 എന്ന് കൊടുത്തു. ലീവ് ലെറ്റർ 2 എന്ന് അടിച്ചിട്ട് പബ്ലിഷ്. അപ്പോൾ ഞാൻ അതിനെ പബ്ലിഷ് ചെയ്തു. PDF ആയിട്ട് ഞാൻ അതിനെ സേവ് ചെയ്തു. എന്നിട്ട് ഞാൻ ഫയലെടുത്തു, ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, ഡോണ്ട് സേവ് എന്ന് പറഞ്ഞു, ഞാൻ ക്ലോസ് ചെയ്തു. പിന്നെ എന്ത് ചെയ്യണം, മൈക്രോസോഫ്റ്റ് വേർഡ് സ്റ്റാർട്ട് ചെയ്തു, ഫയലെടുത്തു. നമ്മളിവിടെ വന്നിട്ട് ന്യൂ പറയാം, ബ്ലാങ്ക് ഡോക്യുമെൻ്റ് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ഫയലെടുക്കുക, ഓപ്പൺ എടുക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് ദിസ് PC ഡെസ്ക്ടോപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെസ്ക്ടോപ്പിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെസ്ക്ടോപ്പ് എടുത്തു. ഏത് ഫയലാണ്, ലീവ് ലെറ്റർ 2 എന്നും പറഞ്ഞ് ഞാൻ സേവ് ചെയ്തത്, ഇതെടുത്തു. ഓപ്പൺ പറഞ്ഞു. ഓപ്പൺ പറയുമ്പോൾ ഇത് ഒരു ബോക്സ് വരും. ഈ ബോക്സ് ഇവിടെ വന്നിട്ട് ഓക്കെ എന്ന് പറയാം. കണ്ടോ, ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ നമുക്കിവിടെ ലെറ്റർ വന്നു. നമുക്കിനി ഇതിനകത്ത് ടൈപ്പ് അടിക്കാൻ പറ്റും. പറ്റുമെന്ന് മാത്രമല്ല, നമുക്കെല്ലാം എഡിറ്റ് ചെയ്യാനും പറ്റും. ഇപ്പം സ്കൂൾ നെയിം എന്നുള്ളിടത്ത് എനിക്ക് മാറ്റണമെങ്കിൽ ദ ഇന്ത്യൻ സ്കൂൾ ഞാനിവിടെ അടിച്ചു കൊടുത്തു. കണ്ടോ, നമുക്ക് സ്കൂളിൻ്റെ പേര്, ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ പേര് ഞാൻ അടിച്ചു. പിന്നെ അഡ്രസ്സ് ഇവിടെ എന്ത് വേണം, ഞാനിവിടെ ബഹ്റിൻ അടിച്ചു. പിന്നെ ബാക്കിയൊക്കെ ഇവിടെ നമുക്കിതിനെ ഒരു ലൈനിലോട്ടാക്കണമെങ്കിൽ ഒന്ന് ഫോണ്ട് സൈസൊക്കെ ഒന്ന് കുറച്ചു. എന്നിട്ട് അതിന് ഒരു അണ്ടർലൈൻ ചെയ്തു. അതിനെ വേണേൽ ബോൾഡ് ചെയ്തു. ബോൾഡ് ചെയ്യേണ്ട, അപ്പോൾ 2 ലൈനാവും. എന്നിട്ട് ഇവിടെ വന്നു. എന്നിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു എൻ്റർ അടിക്കാം. എന്നിട്ട് താങ്ക് യു എന്ന് പറഞ്ഞു. താങ്ക് യുവിൻ്റെ അവിടെ ഒരു എൻ്റർ അടിച്ചു. ഇവിടെ വന്നിട്ട് യുവർ നെയിം എന്നുള്ളിടത്ത് വേണമെങ്കിൽ നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ഇവിടെ അടിക്കാൻ പറ്റും. ഉണ്ടോ, ഇങ്ങനെ അടിച്ചു. ഇങ്ങനെ നമുക്ക് ആ ഇമേജിനെ ഞാനിവിടെ സേവ് ചെയ്തു. നമുക്കിത് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഏത് ഓഫീസ് വർക്കൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് ടൈം സേവ് ചെയ്യാനും നല്ലതാണ്. ഇത് മൈക്രോസോഫ്റ്റ് എക്സൽ 2021
എക്സൽ 21, MS ഓഫീസ് 2021 പിന്നെ മൈക്രോസോഫ്റ്റ് 365 ഇത് വർക്ക് ചെയ്യും കേട്ടോ. അപ്പം ഇതിനകത്ത് നല്ല പുതിയ വെർഷനിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഈസിയാണ്. ഓക്കെ, താങ്ക് യു.